പല വീഡിയോകളിലൂടെയും പല ചിത്രങ്ങളിലൂടെയും മറ്റ് വാർത്തകളിലൂടെയുമൊക്കെ മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിക്ക് പോകുന്ന ട്രെയിൻ യാത്രയുടെ വിശേഷങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കും, കാഴ്ചകൾ നിങ്ങൾ കണ്ടിരിക്കും. നിങ്ങൾക്കും അങ്ങനെ ഒരു യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ ഒരു യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ യാത്രയ്ക്ക് പോകേണ്ടത്, എങ്ങനെയാണ് ആ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഏതൊക്കെ സമയത്താണ് ട്രെയിൻ ഉള്ളത്, എത്രയാണ് ട്രെയിനിൻ്റെ ചാർജ്, അതുപോലെ തന്നെ ഏതൊക്കെ പ്രദേശങ്ങളിലൂടെയാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നത്, എപ്പോഴാണ് അത് ഊട്ടിയിൽ എത്തിച്ചേരുക, എവിടെ നിന്നാണ് ഈ മേട്ടുപ്പാളയത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരേണ്ടത്, അങ്ങനെ വിശദമായ ഒരു ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഉള്ള ഒരു വീഡിയോയാണ്. വീഡിയോയിലേക്ക് സ്വാഗതം. മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഊട്ടിക്ക് പോകേണ്ട ഈ ടോയ്സ് ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത്. രാവിലെ 7:10 തന്നെ ഈ ടോയ്സ് ട്രെയിൻ മേട്ടുപ്പാളയത്തെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്ര ആരംഭിക്കും. അതിനു മുമ്പായി നിങ്ങൾ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരേണ്ടതുണ്ട്. ബുക്ക് ചെയ്ത യാത്രക്കാർ അതിന് തൊട്ടു മുമ്പായി എത്തിയാൽ മതി. എന്നാൽ ബുക്ക് ചെയ്യാത്ത ഏകദേശം 46ഓളം പേർ രാത്രി അവിടെ കിടന്നതിന് ശേഷം ഇതുപോലെ ടോക്കൺ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ടോക്കൺ സൗകര്യം എടുത്ത് അപ്പോൾ തന്നെ ടിക്കറ്റ് ലഭിക്കും. അങ്ങനെയാണ് രാവിലെ 7:10 യാത്ര ആരംഭിക്കുന്നത്. 7:10 തന്നെ എൻജിൻ പതുക്കെ ഹീറ്റ് ചെയ്യും. അതിനുശേഷം കൃത്യം 7:10 തന്നെ മേട്ടുപ്പാളയത്തു നിന്ന് ഊട്ടിയിലേക്കുള്ള ഈ മനോഹരമായ യാത്ര ആരംഭിക്കും. അതിഗംഭീരമായ കാഴ്ചകളുള്ള സ്ഥലങ്ങളിലൂടെയാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നത്. ആകെ 5 ബോഗികളാണുള്ളത്. അതിൽ 4 എണ്ണവും ബുക്ക് ചെയ്തു പോകേണ്ടതാണ്. ഒരെണ്ണം മാത്രമാണ് ജനറൽ കോച്ച്. മേട്ടുപ്പാളയത്തു നിന്നും 46 കിലോമീറ്ററാണ് ഊട്ടിയിലേക്കുള്ള ഈ ട്രെയിൻ യാത്രയുടെ ദൂരം. ഇതേപോലെ മനോഹരമായ പാലങ്ങളും ഏകദേശം 50ഓളം ഇതുപോലുള്ള മനോഹരമായ പാലങ്ങളും ഏകദേശം 100ഓളം ചെറുതും വലുതുമായ തുരങ്കങ്ങളുമൊക്കെ പിന്നിട്ട് അതിഗംഭീരമായ വനത്തിലൂടെയാണ് നമ്മുടെ യാത്ര പോകുന്നത്. ഇടയ്ക്ക് ട്രെയിൻ ഇങ്ങനെ വെള്ളം തീരുമ്പോൾ നിറയ്ക്കുന്നതിന് വേണ്ടി ചില സ്ഥലങ്ങളിൽ നിർത്തും. അപ്പോൾ ഒരു 15 മിനിറ്റോളം ആളുകൾക്ക് പുറത്ത് ഇറങ്ങി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് രസിക്കാം. അത് പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് ഈ യാത്രയുടെ ഒരു പ്രത്യേകത. അത് കഴിഞ്ഞ് വീണ്ടും കുത്തനെയുള്ള കയറ്റം വലിഞ്ഞ് കയറിയാണ് ഈ ട്രെയിൻ ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ട്രെയിനിൻ്റെ പ്രത്യേകത എൻജിൻ പുറകിലാണ് എന്നുള്ളതാണ്. പുറകിൽ നിന്ന് തള്ളിയാണ് ബാക്കി ബോഗികളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇതുപോലെ ഉള്ള സ്ഥലങ്ങളിൽ വെച്ച് വെള്ളം നിറയ്ക്കുന്ന കാഴ്ച. ഒരു 10 മണിയാകുമ്പോൾ ഒരു സ്റ്റേഷനിൽ വെള്ളം നിറയ്ക്കാൻ നിർത്തുമ്പോൾ അവിടെ ഭക്ഷണത്തിനുള്ള സൗകര്യവും അതുപോലെ ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യവും ഉണ്ട്. ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകൾ തീർച്ചയായും എന്തെങ്കിലും ചെറിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടെ കരുതുന്നത് നല്ലതാണ്. അതായിരിക്കും ഗുണം ചെയ്യുക. മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിയിലേക്ക് ഏകദേശം 5 മണിക്കൂറാണ് ഈ യാത്രയ്ക്ക് സമയമെടുക്കുന്നത്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 400 അടിയിൽ നിന്ന് 4000 അടി ഉയരത്തിലേക്കാണ് ഈ ട്രെയിൻ വലിഞ്ഞ് കയറുന്നത് എന്ന് ചിന്തിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ ട്രെയിൻ യാത്രയ്ക്ക് ബുക്ക് ചെയ്ത് പോകാം എന്ന് വിചാരിച്ചാൽ ഏകദേശം 4 മാസം മുന്നെങ്കിലും നിങ്ങൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം. സാധാരണ ട്രെയിൻ ബുക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് അതിൻ്റെ നടപടിക്രമം. IRTCയുടെ വെബ്സൈറ്റിൽ കയറി മറ്റ് ട്രെയിനുകളൊക്കെ എങ്ങനെയാണോ ബുക്ക് ചെയ്യുന്നത് അതേ രീതി തന്നെയാണ് ഇതിനും പാലിക്കപ്പെടുന്നത്. അപ്പോൾ ഏകദേശം ഒരു 12 മണിയോട് അടുക്കുമ്പോൾ ഈ ഗംഭീരമായ ഊട്ടിയുടെ പ്രദേശങ്ങളിലേക്ക് അതിസുന്ദരമായ പൈൻ മര കാടുകൾക്കിടയിലൂടെ ഈ ട്രെയിൻ ഇങ്ങനെ കടന്നു പോകുന്ന കാഴ്ചകൾ അതിഗംഭീരമാണ്. തീർച്ചയായും ഇങ്ങനെയൊരു യാത്ര മലയാളികൾ നടത്തേണ്ടതുണ്ട്. ദക്ഷിണേന്ത്യയിൽ ഏക ഒരു ട്രെയിൻ യാത്രയാണിത്.
അല്ലെങ്കിൽ ഷില്ലോങ് പോലെ ഡാർജിലിംഗ് പോലുള്ള ഉത്തരേന്ത്യയിൽ മാത്രമാണ് ഇതിന് സമാനമായ ഒരു ട്രെയിൻ യാത്ര ഉള്ളത്. അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തണം.